ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായി സേഫായിരിക്കണം പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ ഒരുങ്ങി കെട്ടി പോണത് എൻ്റെ ചേച്ചിയുടെ കല്യാണത്തിനാണ് കേട്ടോ. കല്യാണം നാളെയാണ്, ഇന്ന് തലേ ദിവസമാണ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് ചേച്ചിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനൊരു പേസ്റ്റൽ ഗ്രീൻ ആൻഡ് ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു ചുരിദാറാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇതൊക്കെ ഞങ്ങളുടെ ബ്രദേഴ്സാണ് കേട്ടോ, കസിൻസാണ്. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും ബാക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും അത് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഓഡിറ്റോറിയത്തിലേക്ക് വണ്ടി വിളിച്ച് പോയത് കേട്ടോ. അപ്പോൾ ഞാൻ ട്രാവലർ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് വിവരങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചേച്ചിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ചേച്ചി വന്നിട്ട് ഒരുമിച്ച് ഓഡിറ്റോറിയത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ആളുടെ പേര് രാജശ്രീ എന്നാണ് കേട്ടോ. ഞങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഞാനും ഗോപും അവളെ രാജി എന്നാണ് വിളിക്കുക. അവൾക്ക് കേൾക്കാനും ഇഷ്ടം അത് തന്നെ കേട്ടോ. ചേച്ചി എന്ന് വിളിക്കുന്നതായിട്ടും കൂടുതൽ ഇഷ്ടം അവൾക്ക് അവളുടെ പേര് വിളിക്കുക എന്നുള്ളതാണ്. ഇതാണ് കേട്ടോ പയ്യൻ, ഇതാണ് ഞങ്ങളുടെ കുട്ടേട്ടൻ. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് കടന്നു കേട്ടോ. പിന്നെ അവിടെ ദക്ഷിണ കൊടുക്കുന്ന ചടങ്ങായിരുന്നു കേട്ടോ. കുട്ടേട്ടനകത്തിന് അച്ഛനമ്മയ്ക്കാണ് ദക്ഷിണ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ദക്ഷിണ അവിടെ നടന്നുകൊണ്ടേയിരുന്നു. കുട്ടേട്ടൻ എന്നല്ല, ഞങ്ങൾ കുട്ടേട്ടൻ എന്ന് വിളിക്കും. പിന്നെ ശരിക്കുള്ള പേര് ഹരികൃഷ്ണൻ എന്നാണ് കേട്ടോ. അടുത്തത് കുട്ടേട്ടൻ്റെ ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കാണ് ദക്ഷിണ കൊടുക്കുന്നത് കേട്ടോ. ദക്ഷിണയും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഗണപതി സ്തുതിയായിട്ടാണ് പരിപാടി ആദ്യം തുടങ്ങിയത്. ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്ഥജം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഗണപതി സ്തുതി കഴിഞ്ഞതും പിന്നെ അടുത്തത് വന്നത് തിരുവാതിരക്കളിയായിരുന്നു. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒക്കെ ബാക്കി ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ എന്തായാലും ഷോർട്ടായിട്ട് ഇടുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ആ വോയിസ് ഇട്ടാൽ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ടാണ് അത് മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഷോർട്ട് എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക. അവിടെ ചെക്കനും പെണ്ണും കൂടി നല്ല രഹസ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നല്ല ടെൻഷനുണ്ട്, അവരുടെ ഡാൻസും ഉണ്ട്. അടുത്തത് മധുരം കൊടുക്കുന്ന ചടങ്ങാണ് കേട്ടോ. ഇപ്പോൾ വന്നിട്ടുള്ളത് രാജിയുടെ അമ്മയും അച്ഛനാണ്. അപ്പോൾ അച്ഛനും അമ്മയാണ് മധുരം കൊടുക്കുന്നത്. അങ്ങനെ പരിപാടികൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കണം കേട്ടോ. ഇത് എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ട്സാണ്. അങ്ങനെ ഐസ്ക്രീമിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റിയില്ല. ഇവിടെയൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം കേട്ടോ. നാളെ താലിക്കെട്ടുണ്ട് പുലർച്ചെ തന്നെ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.